ഓർത്തോ മാത്രമല്ല, ഇതുപോലെ എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം ഈ കൈറോപാറ്റിക് മെഡിസിൻ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അതായത് അല്ലെങ്കിൽ ഓസ്റ്റിയോപ്പതിക് മെഡിസിൻ. ഇത് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ പിന്നെ ആദ്യമായിട്ട് ഇതെല്ലാം ഉണ്ടാവുന്നത് ആയുർവേദത്തിൽ നിന്ന് തന്നെയാണ്. അപ്പം ഈ കൈറോപ്രാക്റ്റിക് പ്രാക്ടീഷണേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിലും അമേരിക്ക അവർ മറ്റേ ഓർത്തോയ്ക്കായി ചിലപ്പോൾ ചാർജ് കൂടിയിരിക്കും കുറേ, പക്ഷേ അവർ സർജറി കഴിയുന്നത് ഒഴിവാക്കും. അതിന് ഈ കോടിക്കണക്കിന് വിലയുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നട്ടിൽ കൂനുള്ളൊരു നട്ടിലാണെന്നുണ്ടെങ്കിൽ അവർ ആ മെഷീൻ ഉപയോഗിച്ചിട്ട് അവരുടെ ടോളറൻസ് അനുസരിച്ച് അത് മെഷീൻ വരെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റിക്കൊടുക്കും. അത് ഞാൻ ഈ പറഞ്ഞെങ്കിൽ തന്നെ കുറഞ്ഞത് ഒരു മിനിമം നമ്മളൊരു 5 കോടി 10 കോടി രൂപ വില വരും. അത് ഇന്ത്യയിലെ വളരെ ചുരുക്കം ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളതായിട്ട് എനിക്കറിവുള്ളൂ. പിന്നെ ഓസ്റ്റിയോപ്പതിക് മെഡിസിനാണ് അടുത്തത്. അവർ ഏകദേശം കൈറോപ്രാക്റ്റിൻ്റെ അതേ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഡിയാട്രിക് മെഡിസിൻ. അപ്പോൾ നടുവേദന പറയുമ്പോഴത്തേക്ക് എല്ലിൻ്റെ മുഴുക്ക വരണം. പോഡിയാട്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പാദത്തിൽ അല്ലെങ്കിൽ അതിന് ആങ്കിൾ ജോയിൻ എന്ന് പറയും, നമ്മൾ കാലിൻ്റെ കുഴ. അപ്പോൾ നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഈ വെയിറ്റ് താങ്ങേണ്ടത് മുഴുക്കെ ഈ ചെറിയ ഒരു ജോയിൻ്റാണ് കാലിൻ്റെ അറ്റത്ത്. അപ്പോൾ അതിന് അത്രയും പ്രാധാന്യം. എന്നാൽ നമ്മുടെ ആളുകൾ ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജോയിൻ്റ് അല്ലെങ്കിൽ ഒരു അവയവമാണ് നമ്മുടെ പാദത്തിനോട് ചേർന്ന ആങ്കിൾ ജോയിൻറ്റ്. പക്ഷേ ഇത് നമ്മൾ ജനറലായിട്ട് പറഞ്ഞെങ്കിൽ തന്നെയും ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി ഒരു പരിധിവരെ ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർത്തോ കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ഓർത്തോ ഡോക്ടറായാലും അവർ കൊടുക്കേണ്ട ഇതാണ്: 1 ജനറൽ വൈറ്റമിൻസ് കൊടുക്കണം, മിനറൽസ്, ട്രേസ് മിനറൽസ്, വൈറ്റമിൻ D3, അതുപോലെ തന്നെ കാൽസ്യം. ഈ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാൽസ്യം ഉണ്ട്. മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് കാൽസ്യം കിട്ടും. വില കുറഞ്ഞതുകൊണ്ട് വില കൂടിയതുകൊണ്ട്. അതേസമയം നല്ല സ്റ്റാൻഡേർഡ് കമ്പനികൾ അല്ലെങ്കിൽ ഈ വളരെ റിസർച്ച് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കാൽസ്യം വിത്ത് വൈറ്റമിൻ K27. ഈ K27 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാക്സിമം പിന്നെ കാൽസ്യത്തിനെ അത് നമ്മുടെ ബോഡിയിൽ അബ്സോർവ് ചെയ്യും. ഈ ഷെൽ കാൽസ്യം അല്ലെങ്കിൽ വില കുറഞ്ഞ കാൽസ്യം വരുമ്പോഴത്തേക്ക് ഇത് ഡിപ്പോസിറ്റ് ഉണ്ടാക്കും. ഈ ഡിപ്പോസിറ്റ് വന്ന് കിഡ്നിയിലായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടിയ, അതായത് നല്ല കമ്പനികളുടെ മെഡിസിൻ തന്നെ ഉപയോഗിക്കണം. 1. പിന്നെ അടുത്തത് ഏവിയൻ കൊളാജിൻ എന്ന് പറയും. അത് ജോയിൻറ്റുകൾക്ക് എണ്ണമയം ഉണ്ടാക്കാനും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നതാണ്. അത് ഏവിയൻ കൊളാജിൻ എടുക്കുന്നത് ഏകദേശം ഈ ചെറിയൊരു ചിക്കനിൽ നിന്നാണ് എടുക്കുന്നത്. ഒരു 10 100 ചിക്കനെ കൊച്ചു ചിക്കനെ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 100 തുള്ളിയായിരിക്കും കിട്ടുന്നത്. അത് വളരെ കോസ്റ്റ്ലിയാണ്. അതിന് ഏവിയൻ കൊളാജിൻ എന്ന് പറയും. അപ്പോൾ ഈ കൊളാജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കണം. പിന്നെ കാർട്ടിലൈറ്റ് അല്ലെങ്കിൽ കാർട്ടിലൈൻ ഫോർട്ട്, ഇത് പിന്നെ എല്ലിനും ഞരമ്പിനും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നടുവേദന എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ ലോങ് സിറ്റിംഗ്, അതായത് കൂടുതൽ സമയം നമ്മൾ കസേരയിലിരിക്കുക അല്ലെങ്കിൽ വളഞ്ഞിരിക്കുക. ഒരിക്കലും വളഞ്ഞിരിക്കാൻ പാടില്ല. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റായിട്ട് തന്നെ ഇരിക്കണം. അതിന് നമ്മൾ വീട്ടിൽ ഡൈനിങ് ടേബിൾ പോലുള്ളതായിരിക്കും, ഡൈനിങ് ചെയർ പോലുള്ളതായിരിക്കണം. പിന്നെ കാറാണെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് വെച്ച് നട്ടലിനെ നിവർത്ത് തന്നെ ഇരുത്തണം. ഇപ്പം പൈലറ്റേഴ്സ് തന്നെ അതുണ്ട്. അവർക്ക് നടുവേദനയുള്ള പല പൈലറ്റേഴ്സ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ വെച്ചും പിന്നെ ചിക്കാഗോയിൽ വെച്ചിട്ടും. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനം നടുവേദനയാണ്. നടുവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഏറ്റവും സ്ട്രെയിറ്റ് ഇരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം, നിൽക്കുന്നത്. പിന്നെ അടുത്തത് ഒബേസിറ്റി. ഒബേസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അമിതമായിട്ട് വണ്ണം വയ്ക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ പൊക്കത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആകാവൂ. നമുക്ക് അണ്ടർ വെയ്റ്റും നല്ലതല്ല, ഓവർ വെയ്റ്റും നല്ലതല്ല. അതായത് വെയിറ്റ് കുറയുന്നതും നല്ലതല്ല, കൂടുന്നതും നല്ലതല്ല. ഇപ്പോൾ ഉദാഹരണം, ഒരാളിന് 5 അടി 5 ഇഞ്ചാണെങ്കിൽ മാക്സിമം 50-55 വെയിറ്റ് വരാം. ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു കണക്ക്. പിന്നെ അടുത്തത് മസിൽസാണ്. ഈ മസിൽസിന് ബലമില്ലെങ്കിലും ഈ പിന്നെ നമ്മുടെ ബാക്ക് ഏക്ക് വരാം,
കാരണം ഇതെല്ലാം മസിലിനാണ് ചേർത്തിരിക്കുക. ആദ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ചെയ്സ് തന്നെയാണ് നമ്മുടെ ബോണി സിസ്റ്റം. അപ്പോൾ ഈ ചെയ്സിനും ബലം വേണം, പിന്നെ ഉറപ്പിക്കുന്ന സാധനത്തിനും വിഷം വേണം. ഈ മസിലെല്ലാം അതിനാണ്. അപ്പോൾ നമുക്ക് കാൽസ്യം പോലെ തന്നെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഈ ബോഡിയിൽ അൺബേൺഡ് ആയിട്ടുള്ള, അതായത് ഫാറ്റ് എത്രത്തോളം കുറയ്ക്കുന്നു അത്രത്തോളം നല്ലത്. അത് പിന്നെ ഈ എല്ലിൻ്റെ പ്രോബ്ലത്തിന് മാത്രമല്ല, നമ്മുടെ ജനറലായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നല്ലതാണ്. ഹാർട്ട് അറ്റാക്ക് വരെ മാറണമെങ്കിൽ തന്നെ വെയിറ്റ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത വരും. പിന്നെ അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരും. ഇതെല്ലാം ഒഴിവാക്കുന്നതിനും വെയിറ്റ് റിഡക്ഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണം, ഈ എത്രത്തോളം ഈ വെയിറ്റ് അത്രയും താങ്ങേണ്ടത് നമ്മുടെ ഈ കൊച്ചു കൊച്ചു ജോയിൻറ്റുകളാണ്. അപ്പോൾ ഈ ജോയിൻറ്റുകൾക്ക് ബലമില്ലെങ്കിൽ ഇതെല്ലാം ഡിസോർഡറാവും. മെഡിക്കൽ ഭാഷയിൽ അതിന് ഒരുപാട് നമുക്ക് പറയാം. അപ്പോൾ ഈ പിന്നെ വരുന്നത് ഈ ബോൺ വരുന്ന പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള വാദമെന്ന് മലയാളത്തിൽ പറയും. പക്ഷേ ഇംഗ്ലീഷിൽ ഇതാണ് അതിൻ്റെ വേർഡ്സ്. അതൊരു നല്ല ഓർത്തോ അല്ലെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെയും അവരതിന് വേണ്ടത്ര അഡ്വൈസ് എല്ലാം തരും. പിന്നെ ചില ആൾക്ക് കാൽസ്യം കഴിക്കാൻ പറ്റാത്തവരുണ്ട്. ഈ കാൽസ്യം കഴിക്കാൻ പറ്റാത്ത ദഹിക്കത്തുമില്ല, അലർജി ഉള്ളവരുണ്ട്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് ഈ ഹോമിയോപ്പതിക് സിസ്റ്റത്തിൽ ബെസ്റ്റ് ഒരു പ്രോഡക്റ്റിന്, അതായത് കാൽക്കേരിയ കാർബ് എന്ന് പറയും. അത് ടാബ്ലറ്റ്സ് ഫാമിൽ കിട്ടും, ലിക്വിഡ് ഫാമിൽ കിട്ടും, പൗഡർ ഫാമിൽ എല്ലാം കിട്ടും. അത് കൊച്ചുകുട്ടികൾ, അത് വിഴുങ്ങാൻ പാടില്ലൊന്നുമില്ല. പാലിൽ കലക്കിയോ അല്ലെങ്കിൽ ചെറിയ തിളപ്പിച്ചാറിയ ചൂടുവെള്ളത്തിൽ കലക്കിയോ ഈ കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതേസമയം ഈ നമുക്ക് വലിയ കാൽസ്യം ടാബ്ലറ്റ് അത് വളരെ അതിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സൈസും കൂടും. ചില ആൾക്ക് ഇത് വിഴുങ്ങാൻ ബുദ്ധിമുട്ടാവും. അതിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റായിട്ട് ഈ ജെൽ ഫോമിലും അത് നമുക്ക് കിട്ടുന്നുണ്ട്. ചില ആളുകൾ എനിക്ക് എൻ്റെ അടുത്ത് തന്നെ പറയും, ഈ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കാൻ വലിയ പാടാണ്, 2, 3, 4 ഒക്കെ ആയിട്ട് മുറിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ആളുകൾക്ക് നമുക്ക് ഇത് ഹോമിയോപ്പതിയുടെ മെഡിസിൻസ്, പിന്നെ ആയുർവേദത്തിൽ ധാരാളം മരുന്നുകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ മരുന്നുകളെ പറ്റിയും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആയുർവേദത്തിലും നല്ലതുണ്ട്. അത് കാരണം അവർ കൊടുക്കുന്ന ഒഴുക്ക് പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. പിന്നെ അലോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഈ മെഡിക്കൽ കമ്പനികൾ ഉണ്ടാക്കുന്നത് മാത്രമേ നമുക്ക് കിട്ടൂ. മറ്റേ ആയുർവേദം ആകുമ്പോഴത്തേക്ക് ഈ ഹെർബൽസ് എല്ലാം അവർ ശേഖരിച്ച് തന്നെ ദോഷവശങ്ങളില്ലാത്ത രീതിയിൽ അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൈലബിളാണ്. ഇപ്പം ആയുർവേദവും പിന്നെ ഒരു മോഡേൺ ഫാർമസിയെ പോലെ തന്നെ ടാബ്ലറ്റ് ഫാമിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതവരുടെ ഈ ലേഹ്യമായിട്ടുള്ളതും ചൂർണം എന്ന് പറയുമ്പോഴത്തേക്ക് പൊടിയായിട്ടുള്ളതും കഷായമായിട്ടുള്ളതും ആ രൂപത്തിൽ കഴിക്കുന്നതിനാണ് കൂടുതൽ എഫക്റ്റായിട്ട് വരുന്നത്. പിന്നെ ഇതിനെ നമുക്ക് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണലായിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് എക്സ്റ്റേണലായിട്ട് മാർക്കറ്റിൽ ധാരാളം ദോഷവശമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഓയിൻമെൻറ്റ്സും അവൈലബിളാണ്. നമ്മൾ നടുവേദനയെ പറ്റി പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇത്രയാണ്. ഒന്ന്, നമ്മുടെ ഇരിപ്പിന് വ്യത്യാസം വരുത്തുക, പിന്നെ വെയിറ്റ് കുറയ്ക്കുക, പിന്നെ കഴിയുന്നതും മാക്സിമം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക. പിന്നെ ഇത് മലബന്ധം വരാൻ സാധ്യതയുണ്ട്. മലബന്ധം ഉള്ളവർക്കും നടുവേദന വരും. അപ്പോൾ മലബന്ധം ഉള്ളവർ മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നത് പോലെ തന്നെ ഈ ചില ആൾക്ക് ചിലപ്പം ലാക്സേറ്റീവ് വേണ്ടി വരും. അത് കഴിയുന്നത് നാച്ചുറൽ ലാക്സേറ്റീവ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇതിൽ കൂടുതലായിട്ട് അടുത്തതിൽ പറയാം. നന്ദി, നമസ്കാരം.